ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. ദിവ്യരക്ഷകന്റെ വരവനായി ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ചിന്തയേറിട്ട് ആത്മാവിനെ ഒരുക്കി സ്വർഗം ഭൂമിയിലിറങ്ങിയ ആ സുന്ദര ദിനത്തിൻ്റെ സ്മരണകളിൽ നാം ആയിരിക്കുമ്പോൾ ഹൃദയത്തിൽ നിറയുന്ന ഒരു ചിത്രമുണ്ട്. സ്വന്തമായ കണക്കുകൂട്ടലുകളും കണക്കുപറച്ചിലുകളുമില്ലാതെ ദൈവഹിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ച ഒരു പുണ്യ കുടുംബത്തിൻ്റെ സുന്ദര ചിത്രം. താൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ രഹസ്യമായി അവളെ ഉപേക്ഷിക്കാനുള്ള നീതിമാനായവൻ്റെ കണക്കുകൂട്ടലുകളെ ഒരു സ്വപ്നത്തിലൂടെ ദൈവം തിരുത്തുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ആ തിരുഹിതം നിറവേറ്റുന്ന വിശുദ്ധ യൗസേ പിതാവ് ദൂതനിൽ നിന്ന് മംഗളവാർത്ത ശ്രവിക്കുമ്പോഴും ഉള്ളിൽ 1000 ചോദ്യശരങ്ങൾ അലയടിച്ച് ഉയരുമ്പോഴും ഇനി പ്രതീക്ഷിക്കാൻ മോശയുടെ നിയമത്തിൻ്റെ കരിങ്കൽ ചീലകൾ മാത്രമേ തനിക്ക് ബാക്കിയുള്ളൂ എന്ന് അറിയുമ്പോഴും തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളോ കണക്കുപറച്ചിലുകളോ ഇല്ലാതെ ദൈവഹിതത്തിന് ദൈവിക പദ്ധതിക്ക് സ്വയം സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിണ്ണിൻ്റെ മഹത്വം വെടിയുന്ന ദിവ്യ പൈതൽ. മാനുഷിക ബുദ്ധിയുടെ പരിമിതികൾക്കപ്പുറം, മാനുഷിക ബുദ്ധിയുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. അതെ, അന്നും ഇന്നും എന്നും സ്വന്തമായ പദ്ധതികളും തീരുമാനങ്ങളും കണക്കുകൂട്ടലുകളും ഉള്ളവരാണ് മനുഷ്യരായ നാം ഓരോരുത്തരും. പൂർവ്വപിതാവായ അബ്രാഹവും ലോത്തും തമ്മിൽ വേർപിരിയുമ്പോൾ ലോത്ത് കണക്ക് കൂട്ടുന്നു. എന്നാൽ മനുഷ്യൻ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ ദൈവം കൈവിടുന്നു എന്ന് സോദോം ഗൊമോരയുടെ നാശം നമ്മെ പഠിപ്പിക്കുന്നു. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു കണക്കെടുപ്പ് നടത്തുന്ന ദാവീദ് രാജാവിനെ നാം കാണുന്നുണ്ട്. അതിൻ്റെ ഫലമോ അനേകം പേരുടെ ജീവന്റെ നാശം. ഇനി പുതിയ നിയമത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കണക്കുകൂട്ടലുകളുടെയും കണക്കുപറച്ചിലുകളുടെയും ഇടമായ സത്രം. ഉടമസ്ഥൻ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് അവിടെ നടത്തുന്നു. സത്രവാസികളാകട്ടെ സൗകര്യങ്ങളുടെയും അസൗകര്യങ്ങളുടെയും കണക്കുപറച്ചിൽ നടത്തുന്നു. രക്ഷകന് അവിടെ പിറവിയെടുക്കാൻ സാധിക്കുകയില്ല. അതിനാലാകാം എല്ലാവർക്കും സ്വീകാര്യമായ, എല്ലാവരെയും സ്വീകരിക്കുന്ന പുൽക്കൂടിനെ തേടി അവൻ യാത്രയാകുന്നത്. രക്ഷകന്റെ അടയാളമായി ദൈവം നൽകിയ നക്ഷത്രത്തെ ആശ്രയിച്ചാണ് ജ്ഞാനികൾ തങ്ങളുടെ യാത്ര ആരംഭിച്ചത്. എന്നാൽ പാതി വഴിയിൽ അവർ ഒരു കണക്കുകൂട്ടൽ നടത്തി. രക്ഷകൻ രാജാവ് കൊട്ടാരത്തിലെന്ന്. നക്ഷത്രമാകുന്ന ദൈവാശ്രയത്തിൻ്റെ കരങ്ങൾ ഉപേക്ഷിച്ച് അവർ അനേകം കുഞ്ഞുങ്ങളുടെ ജീവൻ അപഹരിക്കാൻ കാരണമായി മാറുന്നു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നാളിൽ ഒരു 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. നമ്മുടെ സ്വന്തം ലാഭത്തിനും നേട്ടങ്ങൾക്കും ഉയരങ്ങൾക്കും വേണ്ടിയുള്ള സ്വാർത്ഥപരമായ എല്ലാ കണക്കുകൂട്ടലുകളെയും ആ തിരുസുതൻ്റെ പാദങ്ങളിൽ നമുക്ക് ഉപേക്ഷിക്കാം. കണക്ക് കൂട്ടാതെ, കണക്ക് പറയാതെ എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരോടും ക്ഷമിക്കാൻ, എല്ലാവരെയും ചേർത്ത് നിർത്താൻ നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം ജീവിതത്തിൻ്റെ ചില സ്വപ്നങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില പദ്ധതികൾ, ചില കണക്കുകൂട്ടലൊക്കെ ഒരു മുറിപ്പാടായി ഇന്നും നമ്മിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തെല്ലും വിഷമിക്കേണ്ട. ഈ ഉണ്ണീശോയോട് കൂടി നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാം. അതായത് നമ്മുടെ പദ്ധതികളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ എല്ലാം ഉണ്ണീശോയെ കൂടെ കൂട്ടാം. ഈ തച്ചൻ്റെ മകൻ്റെ കണക്കുകൂട്ടലുകൾ അങ്ങനെയൊന്നും തെറ്റിയിട്ടില്ല. ഉണ്ണീശോയെ കൂടെ കൂട്ടിയുള്ള ഒരു പുതിയ തുടക്കമാകട്ടെ ഈ ക്രിസ്മസ് നാളിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനാൽ ഉണ്ണീശോ പിറക്കുന്ന പുൽക്കൂടായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം മാറട്ടെ. നല്ല ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.